ആ അത് പറ്റ ചെരിഞ്ഞു കേട്ടോ. വെട്ടി നിർത്തല്ല, വെട്ടി കളയാം. അല്ല കളയല്ല, ഞാൻ സംഭവിക്കൂല. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വെച്ചതാട്ടോ ഈ ഒരു മുരിങ്ങ. എനിക്ക് അതുപോലെ കായുള്ള മുരിങ്ങ തന്നെ വേണമെന്ന് വിചാരിച്ചു. അതായത് പെട്ടെന്ന് കായ്ക്കണ മുരിങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊമ്പ് കൊടുന്ന് വെച്ചതാണ്. കുറച്ച് ദിവസം കൊണ്ട് വലിയ മരമായി മാറി. പക്ഷെ എനിക്കൊരു സന്തോഷം ഉണ്ട്. കണ്ടോ എന്താണ്? കായ ഇവിടെ ഉണ്ട്. ആ കായല്ലേ? ആ കായൊക്കെ പിടിച്ചു. പക്ഷെ 2 ദിവസം അടുപ്പിച്ച് നല്ല കാറ്റായിരുന്നു. ആ കാറ്റിൽ സംഭവിച്ചതാ. നോക്കിയതാ, ഇന്നലെ അത്യാവശ്യം നല്ല മഴയുണ്ടായി, നല്ല കാറ്റും ഉണ്ടായി. ആ കാറ്റിനത് നല്ലോണം അങ്ങോട്ട് ചെരിഞ്ഞ് അങ്ങോട്ട് പോയിട്ടോ. ഒരു വല്ലാത്തൊരു സ്ഥലത്താണ് അതിൻ്റെ ഈ തളിര് വന്നത്. കണ്ടോ, സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ ഭാഗത്ത് ഒരു കമ്പുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ വെറുതെ തൊട്ടപ്പോൾ പൊട്ടിപ്പോന്നു. ഇത് പെട്ടെന്ന് ഇടിഞ്ഞാണ് പോവും. അപ്പോൾ അഥവാ അവരുടെ ജനലിൻ്റെ ചില്ലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നമുക്ക് വെട്ടാം എന്തായാലും. എന്നാ വെട്ടിക്കോ. അതാ നമുക്ക് ഇത് വെട്ടിയിട്ട് അതൊന്ന് കയറി നോക്കാം കേട്ടോ. അവിടെ എന്താണ് സോളാറൊക്കെ ആക്കിക്കണമെന്ന് അറിയില്ല. മയിലുകൾ അടരാടാണ്. അപ്പൊ കേട്ടോ ഇതൊക്കെ എന്തിനാണ്? ഇത് മതി, മടാള് മതി. മടാളല്ല, കൊടുവാൾ. ഇതിന്റെ ഇടയിലുണ്ട്, പക്ഷെ നമുക്ക് ആ കൊമ്പ് വെട്ടുമ്പോ അപ്പൊ എടുക്കാം. മുരിങ്ങ ശരിക്കും എടുത്തിട്ട്, മുരിങ്ങ ഭയങ്കര ഫേവറേറ്റ് ആട്ടെ എന്റെ. ഇത് എടുക്കണ്ടേ ഫുള്ള്? ഇതിപ്പോ ഒരു ഭാഗത്ത് വെക്കാം അല്ലേ? സൈഡില് വെക്കാം. ചെറിയ കൊമ്പ് പിടിക്കോ? ഇത് വീഴാതെ നിങ്ങളും ബാലൻസ് ചെയ്യണം കേട്ടോ. അടുത്ത കായ കായുണ്ടല്ലേ? അല്ല, പിന്നെ ഇത് വലുതായാലും ഇനി ഇങ്ങനെ തന്നെ അല്ലേ ഉണ്ടാവുക? ഈ ഭാഗം ഉറപ്പായിട്ടും ഇങ്ങനെ ഇടിഞ്ഞു പോകും. ഇത് ഒരുപാട് വലുതാൻ പറ്റൂല ഈ മരം. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഒരു കൊമ്പ് അവിടെയും കൂടെ കുത്താം. ആ നല്ലത്, നമ്മൾ കുഴിച്ചിടണം. അത് ശരിയാവില്ല, കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അത്ര എനിക്ക് ഭയങ്കര വിഷമം. മുരിങ്ങ ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ഒരു വീട്ടിൽ അത്യാവശ്യമുള്ള സാധനം മുരിങ്ങ, കറിവേപ്പില. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ കൊടുക്കുന്നത് ഇതൊക്കെയാണ് കുഴിച്ചിട്ടത്. അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് എല്ലാ വീട്ടിലും കൊടുക്കണം കേട്ടോ. നിറയെ മുരിങ്ങ ഉണ്ട്. മൊത്തം കഴിഞ്ഞപ്പോ വീട് മൊത്തം മുരിങ്ങ കേട്ടോ. ഇത് മൂത്തതാണ്, വളമായിട്ട് ഉപയോഗിക്കാം. ഒന്നും വേസ്റ്റ് ആക്കണ്ടല്ലേ. എന്താ മരുന്നേക്ക്? ഇതിന് ഇവിടെ ഇങ്ങനെ സാഫ് തേച്ച് കൊടുക്കാം, ഫംഗിസൈഡ്. എന്നിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കണ്ടേ വെള്ളം ഇറങ്ങണീന്. നമ്മളെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ ഈ ചെടിയിൽ ഒരു പക്ഷി കൂട് കൂട്ടിയിട്ട് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പറന്നു പോയിരുന്നു കേട്ടോ. ഈ ചെടിക്ക് എന്തോ പ്രത്യേകത ഉണ്ട്. ഇതിനകത്ത് പക്ഷികൾക്ക് ഒരു പ്രത്യേക പക്ഷിയുണ്ട്, അതിന് കൂടുണ്ടാക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് സത്യമാണ് അല്ലേ? പക്ഷി എനിക്ക് തോന്നുന്നത് ഇരട്ടത്തലച്ചി എന്ന് പറഞ്ഞിട്ട് തലന്റെ അവിടെ ഒരു ഇതില്ല, ആ ഒരു പക്ഷിയാണ്. ഇപ്പതാ നമുക്ക് നമ്മളെ വീടിന്റെ മുമ്പിൽ ഇതുപോലത്തെ ചെടിയിൽ ഇപ്പൊ കൂടുണ്ട് കേട്ടോ. നമുക്ക് മുന്നിൽ തന്നെ അത് വൃത്തിയാക്കാം. അതിന്റെ മുമ്പ് നമുക്ക് മുകളിൽ പോയിട്ട് അല്ലെങ്കിൽ സമയം പോകും. നമ്മുടെ നാരങ്ങ കായ്ക്കാൻ എന്തെങ്കിലും ഒരു സത്യം പറഞ്ഞാൽ നല്ല വെയില് വേണമെന്ന് പറയും. അധികം വെള്ളം ആവശ്യമല്ല. നമ്മളെപ്പോഴും ഇവിടെ പുല്ല് നനയ്ക്കുമ്പോ നനയണുണ്ട്. ഈ വെള്ളം അധികമായിട്ട് കായ്ക്കാത്തതിനാണോ ഈ തിന്നിട്ട് എല്ലിന്റെ അടി കുത്തറണേ? അതായിരിക്കും. ചിക്കു പറിക്കണം ഇപ്പൊ. അത് അധികം വലിപ്പം വെച്ചിട്ടില്ല, അത്ര തന്നെ ആവുള്ളൂ. രണ്ടാമത്തെ ചിക്കു ആണല്ലേ ഇത് വന്ന് അല്ലേ? ചെറുതാണല്ലേ. ഇനിയൊരു 3-4 കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ തയ്യമ്മയും കുറച്ച് പണിയെടുക്കാനുണ്ട് കേട്ടോ. അത് നമ്മൾ കുറെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ചെയ്തിട്ടില്ല കേട്ടോ. അതിന്റെ മുമ്പ് നമുക്ക് ആ പിന്നെ എന്താണ് പറയാ, പക്ഷിന്റെ കൂട് നോക്കാം നമുക്ക്. കണ്ടോ, ഈ ചെടിയിലാട്ടോ പറഞ്ഞത്. ഈ ചെടി നമ്മൾ വെട്ടി നല്ല തിക്കായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിലെ പക്ഷി ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ പോകണ്ട, അതിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ശരിക്കും മനുഷ്യൻ ഇടപെടാൻ പാടില്ല എന്നൊക്കെയാണ് പറയുക. എവിടെയാണത്? ഓക്കെ ഇതാട്ടോ. കണ്ടോ, 2 മുട്ട ഉണ്ടേ. 2 പക്ഷിക്കുഞ്ഞുങ്ങളുണ്ടാവും നമുക്ക്. ഭയങ്കര കൗതുകാണല്ലോ ഇത് കാണുമ്പോ. ശല്യം ചെയ്യണ്ട, ഞാൻ കുട്ടികളടുത്തൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ ഇങ്ങനെ ക്യാമറ പൊന്തിച്ച് പിടിച്ചിട്ട് അങ്ങനെയാണ് അവർക്ക് കാണിച്ചു കൊടുത്തത്. പക്ഷെ അപ്പുറത്തുണ്ടായ സമയത്ത് പക്ഷിനെ എപ്പോഴും കണ്ടിരുന്നു. പക്ഷിനെ 1-2 പ്രാവശ്യം ഇവിടെ ഇരിക്കണ കണ്ടു. അറിയില്ല, രാത്രി
വന്നിരിക്കണ്ടോ എന്നുള്ളതൊന്നും നോക്കിയിട്ടില്ല. മുരിങ്ങയൊക്കെ സെറ്റാക്കി എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ ഇരുട്ടായിട്ടോ. ഇപ്പൊ ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമ്മുടെ പുറത്തുള്ള പണികളൊക്കെ ബാക്കി കിടക്കാണ്. രാവിലെ നോക്കുമ്പോ മാങ്ങന്റെ കന്നിമാസം, മാങ്ങാക്കാലായപ്പോ നമ്മുടെ സ്റ്റോർ റൂമും എല്ലായിടത്തും ഫുള്ള് മാങ്ങയാണ് കേട്ടോ. ഇത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതായത് ചില കാലത്തൊക്കെ നമുക്ക് സ്വന്തമായിട്ട് മാവില്ലാത്തത് കൊണ്ട് ചില വർഷങ്ങളൊക്കെ മാങ്ങാക്കാലം വന്നത് നമ്മളറിയാതെ അങ്ങോട്ട് കടന്നു പോകും. കുറച്ചൊക്കെ മാങ്ങയൊക്കെ വന്നിട്ട് കിട്ടും. അത് മൊത്തത്തിൽ നാട്ടിൽ മാങ്ങ കുറയുന്നത് കൊണ്ടാണ്. ഇപ്രാവശ്യം എല്ലാവർക്കും നല്ല മാങ്ങ മാങ്ങയാണ്. അപ്പൊ നമുക്കിങ്ങനെ വെറൈറ്റി മാങ്ങകളാണ് അല്ലേ, ഓരോ ദിവസം കഴിക്കുന്നത് പലതരത്തിലുള്ള മാങ്ങകളാണ്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് പുറത്ത് കുറച്ച് പരിപാടികളുണ്ട്, അത് ചെയ്യണം. അത്യാവശ്യം നല്ല വെയിലായിട്ടോ. എത്ര രാവിലെ എന്ന് വിചാരിച്ചാലും അല്ല, ഇന്ന് രാവിലെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു. ഈ ഭാഗല്ലേ മുകളത്തെ, അവിടെ നിന്ന് കുറച്ചൊരു 2 അടി വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്താൽ മതി. 2 അടി അങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ ചില പരിപാടികളൊക്കെ ഉണ്ടോ? ഇതൊക്കെ ചെയ്യണേ. സർജറി ചെയ്യാൻ പോകണോ? ആയുധങ്ങളൊക്കെ സാനിറ്റൈസ് ചെയ്യുന്നു. അതായത് ഇത് വെച്ച് നമ്മൾ കൊറേ കട്ട് ചെയ്യണതല്ലേ. അപ്പൊ ഇനി ഈ സംഭവങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ പെട്ടെന്ന് വരും. അയ്യോ, നമ്മള് കൃഷിയില് കുറിച്ച് പഠിക്കണം, അതാണ്. വെറുതെ അറിയണ കൊറേ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ കട്ട് ചെയ്യായിരിക്കും നല്ലത്, ഹൈറ്റ് നിങ്ങളല്ലേ. നമുക്ക് ഈ താഴത്തെ കുറെ ചില്ലകൾ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് കളയാം. കാരണം എന്താ വെച്ചാ ഇതിനൊന്ന് സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്, അതിങ്ങനെ തിക്കായി നിൽക്കല്ലോ. താഴെ ഉള്ളതൊക്കെ കട്ട് ചെയ്തോ. ഓ, ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോ വിഷമം കേട്ടോ. നല്ല വിഷമം തന്നെയാണ്, അതല്ലേ ഞാൻ പറയല്. അതൊക്കെ കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്യേണ്ട സമയം തന്നെയാണല്ലോ. അതൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം മൂത്തുക്കും കേട്ടോ. ചില കമ്പൊന്നും ഈ ടൂൾ കൊണ്ട് മുറിയുന്നില്ല. മതി, ഇതൊക്കെ മതി. സാനിറ്റൈസ് ചെയ്യാത്ത വാക്കത്തിരുത്തോണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ശരിക്കും ഇത് കുറച്ച് കടന്ന കൈയാട്ടോ. കുഴപ്പമില്ല, അത് നമുക്ക് നോക്കി നോക്കാം. ഇതിനകത്ത് ശരിക്കും ഈ വെയിൽ തട്ടണം, തടിയിലേക്ക് വെയിൽ തട്ടണം. എന്തൊക്കെ മൊത്തത്തിൽ അതിന് വെയിൽ കൊള്ളിക്കണം. എന്നാ ഇതൊക്കെ പറ്റണ്ടേ? ഇനി മതി. അത്രക്ക് അങ്ങോട്ട് വെയിലുണ്ടല്ലേ? സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. അപ്പൊ ഞാൻ മോളത്തെയും കൂടെ കട്ട് ചെയ്താ ഓക്കെ ആക്കാം. അവിടെ ഇവിടെ ആ ചില്ലന്റെ അവിടെ. ഇവിടെ അയ്യോ, തല കട്ടായി. തല നമ്മൾ ആക്ച്വലി ഇത് പിന്നെ ഇങ്ങനെ ഒരു കയറ് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ട് താഴത്ത് വെയിറ്റ് വെച്ചിട്ട് കെട്ടിയിട്ട് ഇതിനെ കുറച്ചിങ്ങനെ വളച്ചെടുത്തിരുന്നു കേട്ടോ. ഇനി ഒന്നുകൂടി വളക്കണം, കാരണം അവിടെ ഇലക്ട്രിക് ലൈന് പോകുന്നുണ്ട്. നമ്മളിപ്പോ നോക്കിയിട്ടാ കട്ട് ചെയ്യാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാല് KSEBിന്റെ ആൾക്കാർ വന്നിട്ട് നോട്ടൊന്നും ഉണ്ടാവില്ല, ഒറ്റ കട്ടിങ് ആയിരിക്കും. അല്ല, ഡ്യൂട്ടിയാ ഞാൻ പറഞ്ഞതല്ല. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കാന്നുള്ള ഒരു പച്ച മരുന്നുണ്ട് എല്ലായിടത്തും. അതാണ് എനിക്കിത് എപ്പോ കാണുമ്പോൾ ചിരി വരും. എന്താണ് ഞാൻ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ കൃഷിനെ കുറിച്ച് കുറച്ചും കൂടെ പഠിക്കാണ്ട്. അയ്യോ, ഇത് എത്തണില്ല. ഇതൊന്ന് തേക്കോ മോളില് തേക്കേണ്ടി വന്നപ്പോ അപ്പൊ എന്റെ ആവശ്യം വന്നു. അതിനല്ലേ നിങ്ങള്. എന്റെ ഒരു ആകെയുള്ള ആശ്വാസമാണ് എവിടെ പോയാലും ഒരു തോട്ടിന്റെ ഉപയോഗമെങ്കിലും ഉന്നെ കൊണ്ടുണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ ജന്മസാഫല്യം. കുറച്ച് ലൂസായിട്ടുണ്ട്, കുഴപ്പമില്ല. അതിന് മുകളിൽ എന്തെങ്കിലും വെച്ചോടുക്കാം. അതിന് മുകളില് കവർ കൊണ്ട് കെട്ടിയിട്ട് ഒരു ബോട്ടിൽ വെക്കാം അല്ലേ? ഓക്കെ. എനിക്ക് ആ സൈഡിക്ക് ഇങ്ങനെ ചില്ലകള് പോകുന്നത് ഇഷ്ടല്ല. എന്താ ഒന്നുമില്ല, ചില്ലകൾ പറയുമ്പോ എനിക്ക് ചിരി വരും. ഒന്നും തോന്നരുത്. എന്താ, എനിക്കറിയാം, എന്നെ കുറിച്ച് പറയാനല്ലേ. അന്ന് ഫെബി എന്തോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അതിങ്ങനെ ഇരുന്ന് നോക്കണം. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ടോളേ ചില്ലകളും ശിഖരങ്ങളും. മലയാളം ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ഫീൽ ഉണ്ടായി എനിക്ക്. അത് എന്റെ അടുത്ത് ആരോ പറഞ്ഞത്, ഫെബിയുടെ മലയാളം നല്ല മലയാളം ആരോ കമന്റ് ചെയ്തിരുന്നു. അതുകൊണ്ടായിരിക്കല്ലേ? അതുകൊണ്ടല്ല, അത് ഞാൻ അതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ പറഞ്ഞ പോലെ ഈ ചില്ലകളും ശിഖരങ്ങളൊക്കെ അങ്ങനെ തന്നെ വിടുകയാണോ? വെട്ടണ്ട, ഇത് മതി. ഇനി അതിന്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി വേണോ? ഇനി വേണ്ട. വേണ്ട അല്ലേ? ഇല്ല, അത് ഓക്കെയാണ്. ഇനി നമ്മുടെ മറ്റേ പ്ലാവ് ഉണ്ട്. ഇതെല്ലാരും ചോദിക്കലുണ്ട് കേട്ടോ. നമ്മുടെ ആട് കടിച്ചൊരു പ്ലാവ് ഉണ്ടായിരുന്നു മുന്നേ. അപ്പൊ അതിന്റെ വിശേഷം എല്ലാരും ചോദിക്കലുണ്ട്. അല്ല, അത് കൊണ്ടേ കൊടുക്കണം, ആടുള്ള ആർക്കെങ്കിലും കൊടുക്കണം. ഭയങ്കര വിലപ്പെട്ട സാധനമാണ്, ആടിന്റെ ഫേവറേറ്റ്. അതായത് ആട് കടിച്ച സമയത്ത് നമ്മൾ ആ വീഡിയോ ഇട്ടിട്ട് കുറെ പേര് പറഞ്ഞിരുന്നു ആട് കടിച്ചൊന്നും പ്രശ്നമില്ല, അത് നാച്ചുറലി പ്രൂണിങ് കഴിഞ്ഞു, ഇനി അത് പൂർവാധികം ഭംഗിയിൽ ഉണ്ടാവുന്നു. ചില ആൾക്കാർ പറഞ്ഞിരുന്നു ആട് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇത് കഴിഞ്ഞു. പക്ഷെ നമ്മളെ അനുഭവത്തില് ആട് കടിച്ചതിന് ശേഷം അതിന്റെ ആ ഒരു ഉഷാറ് പോയിട്ടുണ്ട്. കാരണം ഇത് രണ്ടും ഒപ്പം വെച്ചതാണ്. ഇതിന് അത്യാവശ്യം നല്ല വളർച്ച ഉണ്ട്, മറ്റേതിന് ഒരു എന്തോ ഒരു പ്രശ്നം ഒരടിപ്പുണ്ട്. അപ്പൊ എന്തായാലും അതും ഇതേപോലെ നല്ല വളർന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. അത് ഉയരൊക്കെ വെച്ചു, പക്ഷെ ഒരു ഉഷാറ് കുറവുണ്ട്. അതും കൂടി കട്ട് ചെയ്യാം. നമ്മുടെ കാർ പോർച്ചിന്റെ ഈ സൈഡിലാണ് നമ്മുടെ ആ പ്ലാവ്.
ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു പ്ലാവിന്റെ അത് തന്നെ, ആ ഒരു തിക്നെസ് ഇതിന് കിട്ടിയിട്ടില്ല അല്ലേ? എവിടെ വെട്ടണ്ടേ പറഞ്ഞോ? മേലെ തന്നെ. ഇതിന് പിന്നെ അധികം ചില്ലകളൊന്നുമില്ല താഴെ, എന്നാലും ഈ ചെറുത് അടിയത്തെ ശിഖരങ്ങളോ. അല്ല, ഇതിപ്പോ അന്ന് ആട് ചെയ്ത സെയിം പണിയല്ലേ? തന്നെയാണ്. പക്ഷെ ആട് ഇങ്ങനെ കടിച്ച് വലിച്ചു തോന്നുന്നു. അതാണ് എല്ലാരും പറഞ്ഞു കേട്ടോ. ആട് ഇങ്ങനെ ഇത് പിടിച്ചിട്ട് വലിക്കൂലേ നല്ലോണം, അതിന് കിട്ടാൻ വേണ്ടിട്ട്. അതിന്റെ ആ ഒരു തായ്വേരൊക്കെ ഉണ്ടാവുമല്ലോ. അടിയിലും പരിക്കേൽക്കും. അതാണ് സംഭവം. ഇതൊക്കെ കട്ടിയട്ടെ, അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിർത്താം. എന്റെ വക ഒരെണ്ണം കൂടി. ഇനി മുകളിലും കൂടി കട്ട് ചെയ്ത് നിർത്താം. മുകളിൽ എവിടെ? ഇവിടെ. അയ്യോ മതിയാ? മതി. ഇവിടൊക്കെ എന്തൊക്കെ ഫെബി കുഴിച്ചിട്ടുണ്ടോ? നമുക്ക് എന്റെ ചേന, ചേമ്പ്, ഇനി അവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടണം. അപ്പോൾ കവറിട്ടു. കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. നമുക്ക് മോളിൽ പോയാലോ? മോളിൽ പോണം. മയിൽ എന്തൊക്കെയോ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മോളിൽ നിന്ന് സ്ഥിരമായിട്ട് മയിലിന്റെ വാസസ്ഥലാണ് കേട്ടോ നമ്മുടെ ടെറസ്. മുകളില് എന്തായാലും ഇപ്പോൾ അവിടെ വെയിലായി, പക്ഷെ എന്തായാലും നമുക്ക് അവിടെ കയറണം. കാരണം കുറച്ച് ദിവസമായി അവിടെ കയറിയിട്ട്. മയിലിന്റെ സൗണ്ട് ആണെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്, അവിടെ എന്താണ് കാണിച്ചു കൂട്ടുന്നത്. മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും വെയിൽ വന്നാൽ പിന്നെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. എന്തായാലും പോയൊക്കാം. വാ അപ്പു. അപ്പുണ്ടോ? ശ്രദ്ധിക്കണം. പക്ഷേ അപ്പം ഞാനല്ലേ, നിങ്ങൾ വായോട്ട് കാല് പൊള്ളണോ? ചെരുപ്പിട്ടിട്ടില്ല. സോളാർ വെച്ചാൽ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ പോലും നമ്മൾ ഇടക്കിടക്ക് ഒന്ന് കയറി നോക്കണം. പൊടി പിടിച്ചാലും അതുപോലെ തന്നെ ഇപ്പോൾ മയിലപ്പിട്ടാലൊക്കെ പ്രൊഡക്ഷൻ കുറയും. നമ്മൾ ഇത്രയും മെനക്കെട്ടത് വെച്ചിട്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഒരു മയിൽ ഇവിടെ താമസിക്കുന്നുണ്ട്. ആ ഭയങ്കര ഫീലുള്ളതല്ലേ? നല്ല ഫീലുള്ളത് ഒരെണ്ണം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കട്ടെ അപ്പു. കാരണം എപ്പോഴും എനിക്ക് തോന്നുന്നത് അതിന്റെ ഉള്ളിലാണോ നാവോ നിക്കണേ. അവിടെ എവിടെയെങ്കിലും ആയിരിക്കില്ലേ ചിലപ്പോ. ഫുൾ ടൈം ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആൾ ഇവിടെ ഉണ്ട്. എപ്പോൾ കയറി നോക്കിയാലും മുമ്പൊക്കെ കയറിയപ്പോഴൊക്കെ ആളിവിടെ കാണാൻ പറ്റിയിരുന്നു. പക്ഷെ വലിയ അഴുക്കൊന്നുമില്ല അല്ലേ? ഒന്നും ആക്കിയിട്ടൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് ഭയങ്കര സൗണ്ട് ആയിരിക്കും. എന്താ ചെയ്യണേന്നാവോ? നമ്മൾ ഈ ടാങ്കില്ലേ, വാട്ടർ ടാങ്ക്, സ്റ്റീലിന്റെ HEL എന്ന കമ്പനിയുടെ സ്റ്റീൽ വാട്ടർ ടാങ്ക് ആട്ടോ നമ്മൾ വെച്ചത്. ഇത് പരസ്യം പറഞ്ഞല്ലോ കേട്ടോ, അതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയാനുണ്ട്. അതായത് ഈ ടാങ്ക് വെച്ചിട്ട് ഞാൻ വെറുതെ നമ്മളവിടെ വേറൊരു ഷോപ്പിൽ പോയിട്ടോ. അപ്പോൾ അവിടെ വേറൊരു ബ്രാൻഡിൻ്റെ ടാങ്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ അവരോട് ചോദിച്ചാണ് എങ്ങനെയുണ്ട്, ഇത് മൂവ്മെൻ്റ് ഉണ്ടോ, ആൾക്കാരുടെ അഭിപ്രായം എന്താ സ്റ്റീൽ ടാങ്കിൻ്റെ എന്നൊക്കെ കേട്ടോ. അപ്പം എനിക്ക് നേരെ ഓപ്പോസിറ്റിലൊരു വീട് ചൂണ്ടിക്കാണിച്ചത് കേട്ടോ. ടാങ്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓപ്പോസിറ്റിലെ വീട്ടിൽ ഇതേപോലെ ടാങ്ക് വെച്ചിട്ട് അതിങ്ങോട്ട് ഞെളുങ്ങി നാശമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ സംഭവം എന്താ ചോദിച്ചപ്പോൾ മയിൽ വന്നിട്ട് കൊത്താണ്. അതായത് മയിലുകൾ വന്നിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് റിഫ്ലക്റ്റ് ചെയ്യല്ലേ കണ്ണാടി പോലെ. അപ്പോൾ അവരിങ്ങനെ കൊത്തിയിട്ടേ ചുറ്റുപാടും കൊത്തി നശിപ്പിച്ചേക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് തലേന്ന് നമ്മൾ ഈ ടാങ്ക് വെച്ച് ആകെപ്പാടെ ടെൻഷനായിട്ടോ. പിന്നെ ഞാനിങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി, മയിൽ നമ്മളെ വീട്ടിൽ ഇവിടെ വരുന്നുണ്ടോ കൊത്തുന്നുണ്ടോ എന്നൊക്കെ കേട്ടോ. ഒരാഴ്ചയോളം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അവർ കണ്ടുപിടിക്കാനുള്ള സമയം എടുത്തതായിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഒരു 2-3 സ്ക്രാച്ച് പോലെ കൊത്ത്, 2-3 കൊത്ത് കണ്ടു. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞങ്ങൾ പല ഐഡിയകളും ആലോചിച്ചു. അവരവിടെ ഒരു ഗ്രില്ലിട്ടിട്ട് ഇങ്ങനെ കവർ ചെയ്യുക ചെയ്തത്. പക്ഷെ അതങ്ങനെ ഒരുപാട് ഭയങ്കര ഭീകരത ഉണ്ടാവും എന്ന് തോന്നിയപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാം, പെയിന്റ് ചെയ്താലെന്ന് ആദ്യം ആലോചിച്ചു. പിന്നെ ഈ മയിൽ നിന്നിട്ട് മയിലിന് കാണുന്ന ഒരു ഹൈറ്റ് ഇല്ലേ, ആ ഒരു ഹൈറ്റിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചു. സ്റ്റിക്കർ കൊണ്ടുവന്നിട്ട് ഒട്ടിച്ചു. നമ്മുടെ ഈ വണ്ടിയിലൊക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോ, ആ സാധനം. അതിന് ശേഷം പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പരിസരത്തേക്കൊക്കെ മയിൽ വരും, കാരണം ഇതിന്റെ മുകളിലൊക്കെ അപ്പിട്ട് ഈ പരിസരത്തേക്കൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതിനിങ്ങനെ കൊത്താൻ കഴിയണില്ല. പിന്നെ അടപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വേറൊരു സംഭവം ഉണ്ട് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടോ, ഈ ടാങ്ക് ക്ലീൻ ചെയ്യാനുള്ള സാധനം. അത് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതൊരു പുതിയ സംഭവമാണ് കേട്ടോ. പുതിയതല്ല, പക്ഷേ വാട്ടർ ടാങ്ക് ക്ലീനിങ്ങിന് ആ സംഭവം അധികാരം ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അത് ഉപയോഗിച്ച് നോക്കിയിട്ട് സക്സസ് ആണെങ്കിൽ അതിന്റെ വീഡിയോ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. എന്തായാലും നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ സുഖമാണ്. ക്ലീൻ ചെയ്യാൻ സുഖമാണ്. അപ്പോൾ അതിന്റെ ക്ലീനിങ്ങിനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വെച്ചത്. നമുക്ക് വളരെ സൗകര്യത്തോടെ ഇതിന്റെ മുകളിൽ കയറിയിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങണമെങ്കിലും അതല്ല ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഭയങ്കര ഈസിയാണ്. ഇത് നമുക്കത് ആ സംഭവം നോക്കിയിട്ടേ ചെയ്തിട്ട് പറയാം. അത് ഓക്കെ ആണെങ്കിൽ ആ സംഭവം കാണിച്ചു തരാം. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. വർക്ക് ചെയ്താൽ യൂസ്ഫുൾ ആയിരിക്കും. അതിന് മുകളിലൊന്ന് കയറി വെക്കേ. ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടില്ല കേട്ടോ. ഉണ്ടോ? നമ്മളിവിടെ കണ്ടോ
കുറച്ച് ഫ്ലാറ്റ് ആയ സ്ഥലം നല്ല ഭംഗിയാക്കിക്കണല്ലേ അത്. ഇത് നമ്മളെ തൊട്ട് പുറകിലത്തെ വീടാണ് കേട്ടോ. അതിന്റെ ബാക്കിലുള്ള സ്ഥലം ഇവരിപ്പോ വിറ്റതാണ്. അതിപ്പോ ഒരു 4-5 പേര് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി അവിടെയൊക്കെ വീട് വരും. നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരൊക്കെ വീടൊക്കെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറെ അയൽവാസികളാവും. അതെ, കുറെ അയൽവാസികളാവും. നമ്മള് അതെ ഇവിടെ നോക്കുമ്പോ നല്ല രസമുണ്ട്. നമ്മൾ ഇവിടെ അങ്ങനെ അധികം വരാത്തോണ്ട് എപ്പോഴെങ്കിലല്ലേ വരുള്ളൂ. ഇവിടെ കയറിയിട്ട് ഇങ്ങനെ നോക്കാൻ നല്ല രസമുണ്ട് കാണാൻ. സോളാർ പാനൽ അങ്ങനെ കഴുകാനൊന്നും ആയിട്ടില്ല. അല്ല, കഴുകുന്നത് നല്ലതായിരിക്കും അല്ലേ? മഴ പെയ്യുമ്പോ കഴുകല്ലേ സുഖം. മഴ പെയ്യുമ്പോ പക്ഷെ ഇടി വെട്ടാത്ത മഴ വേണം. ഇടി വെട്ടുമ്പോ നമുക്ക് ലൈറ്റ്നിങ് അറസ്റ്ററൊക്കെ ഉണ്ട്, എന്നാലും ഇടി വെട്ടുമ്പോ ഇത്ര ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന അത്ര ബുദ്ധിയല്ല. അപ്പോ സോളാർ ശരിക്കും എത്ര റിസ്ക് എടുത്തിട്ട് വെച്ചാലും അത് മുതലാവും കേട്ടോ. നമ്മൾ ശരിക്കും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ചൂടത്ത് നമുക്ക് സമാധാനത്തോടെ AC ഇട്ടിരിക്കാം. AC ഇടുന്നതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മറ്റേത് നമ്മൾ AC ഇടുന്നുണ്ടെങ്കിലും ശരീരം തണുക്കുമെങ്കിലും മനസ്സിനൊരു കുളിരും ഉണ്ടാവില്ല കറണ്ട് ബില്ല് ഓർത്തിട്ട്. ഇതിപ്പോ നല്ല സമാധാനത്തിൽ ചെയ്യാം. അലനല്ലൂരുള്ള J&J ടെക്നോളജീസ് ആണ് നമുക്ക് സോളാർ ചെയ്ത് തന്നത്. അവർ സാധാരണ വെറുതെ ഒരു സോളാർ ചെയ്യുന്ന രീതിയിലല്ല, അവർ ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ അവരെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. നമ്മളെ എക്സ്പീരിയൻസും അവരുമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. എന്തായാലും ഇപ്പോൾ തൽക്കാലം പോവാം അല്ലേ, താഴേക്ക് ഇറങ്ങാം. പക്ഷെ വേറെ കാര്യം, നമ്മൾ വന്നപ്പോഴുള്ള വെയിലിപ്പോൾ ഇല്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു മൂടിക്കെട്ടി വരുന്നുണ്ട്. ഇടയ്ക്ക് ഒരു മഴക്കുള്ളൊരു സാധ്യത ഉണ്ട്. മോളിൽ നിന്നുള്ള മയിലിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ ആകപ്പാടെ പൊളിച്ചടുക്കി തോന്നും നമുക്ക് കേട്ടോ. പക്ഷെ കാര്യമായിട്ട് പരിക്കേൽപ്പിച്ചിട്ടില്ല. അതെ, പക്ഷെ അത് ഈ ഓടിന്റെ മുകളിൽ കൂടെ ഒക്കെ നടക്കുമ്പോ ഉണ്ടല്ലോ ഭയങ്കര സൗണ്ട് ആയിരിക്കേ. അല്ല, ഉച്ചയാവാനായി. ഭക്ഷണം കഴിക്കണം. ഭക്ഷണം ഉണ്ടാക്കണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ ആദ്യം ഉണ്ടാക്കണ്ടേ? പോവാ. നല്ല വിശപ്പുണ്ട് കേട്ടോ. കാര്യമായിട്ട് എന്തെങ്കിലും വേണം. ചോറ് റെഡിയാണ്, കൂട്ടാനുണ്ടാക്കണം. നമ്മളപ്പുറത്തെ താഴത്തെ വീട്ടിലത്തെ ചേച്ചി എന്ന ചേനപ്പൂവുണ്ട്, അത് വെച്ചിട്ട് നമുക്കൊരു കലക്കാം. ഞാൻ ഭയങ്കര ക്ഷീണിതനാട്ടോ. ആണോ? കുളിക്കണം. മാങ്ങ കഴിച്ചിട്ട് കുളിക്കാൻ ഇതിങ്ങനെ ചെത്തിയെടുക്കല്ല, തൊലി ഫുള്ള് പൊളിച്ചെടുക്കുക. എനിക്ക് സത്യം പറഞ്ഞത് ഇങ്ങനെ പൊളിക്കണ സമയത്ത് ഇങ്ങനെ ഇതിന്റെ തൊലി ഒന്നും വേസ്റ്റ് ആക്കാൻ തോന്നില്ല. തൊലി കളഞ്ഞിട്ടാണ് ഇത് പിന്നെ വേവിച്ച് വെക്കുക. തൊലി കളഞ്ഞിട്ടാണ്. പക്ഷെ തൊലി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോ വേവിക്കാൻ കിട്ടൂലേ? നാടൻ മാങ്ങ. ഈ മാങ്ങക്ക് പേരില്ലേ? നാടൻ മാങ്ങ എന്നല്ലേ പറയാ? കൺട്രി മാംഗോ ആണോ? നാട്ടുമാങ്ങ. അല്ല, ഇത് മൊത്തം തൊലിക്കാനാ? കുറച്ച് നമുക്ക് കഴിക്കണം. എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നാളെക്കൊന്നും ചിലപ്പോൾ പറ്റില്ല. അത്യാവശ്യം നല്ല പഴുത്തതല്ലേ, അതുകൊണ്ട് നമുക്കിത് കുറച്ചെടുത്തിട്ട് വേവിച്ച് വെച്ചാല് പിന്നെ നമുക്ക് നമ്മളെ പുളിശ്ശേരിയാണ് ഇപ്പോൾ ഇവിടുത്തെ എല്ലാവരുടെയും ഫേവറേറ്റ്. ഇത്രയും മാങ്ങ തൊലി കളഞ്ഞിട്ട് ആ തൊലി മൊത്തം തിന്നു കഴിഞ്ഞാലേ എന്തേലും വരൂലേ? ചിലപ്പോൾ വയറിന് പണി കിട്ടും. പക്ഷെ വേറെ കാര്യമുണ്ട്, ചക്ക മാങ്ങ ഒക്കെ അധികം കഴിക്കുമ്പോൾ പലരും പറയും വയറിന് പണി കിട്ടും കേട്ടോ. എൻ്റെയൊക്കെ നിലപാട് ആ കിട്ടുന്ന പണിയായിട്ട് മേടിക്കാം എന്നാണ്. ഇത് ഏറ്റവും ഫേവറേറ്റ് സാധനങ്ങളാണ്. അപ്പൊ ഇത് ഈ സമയത്തേക്ക് കിട്ടുള്ളൂ ലാവിഷായിട്ട്. അപ്പൊ നമ്മള് പണി കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാല് ഇത് പണി തീരും. അതിന് കാര്യമല്ല, വയറിന് കിട്ടുന്ന പണി തൽക്കാലം വാങ്ങി വെക്കാം. ഏതാ ഭയങ്കര ഇഷ്ടാട്ടോ അത്. ചെനപ്പൂവോ? ഇത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇറച്ചിക്കറിയൊക്കെ വെക്കണ പോലെ വെച്ചാല് അടിപൊളിയാ. നമുക്ക് ഉണ്ടാക്കണം. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് ചെയ്യട്ടെ, നിങ്ങൾ ഇത് ചെയ്തോ. ഇതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കണം, പിന്നെ ഇതൊന്ന് തൊലി പൊളിച്ച് വേവിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.